പ്രതിഷേധത്തിൽ നിന്ന് പ്രതിഫലിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ. എബി, അവിടെ കോൺഗ്രസ് കൂടി ചേരുകയാണ് ആ പ്രതിഷേധക്കാർക്കൊപ്പം. അങ്ങനെ വലിയൊരു പ്രതിഷേധം ഒരു ജനകീയ സംരംഭമായി അല്ലെങ്കിൽ ഒരു ജനകീയ കൂട്ടായ്മയുടെ പ്രതിഷേധമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോലീസ് അവിടെ എത്തി സമരക്കാരെ തടയുന്നുണ്ട്. അഴുകിയ മത്സ്യം, ചത്തുപൊങ്ങിയ മത്സ്യം വാരി എറിഞ്ഞിട്ടാണ് കർഷകരോട് പ്രതിഷേധിക്കുന്നത് ഞങ്ങൾ ദൃശ്യങ്ങൾ കാണുന്നത്. പോലീസും അവിടെ എത്തിയിരിക്കുന്നു. എബി, തീർച്ചയായും അജിത് ഷാദി, ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം നമുക്കിവിടെ കാണാൻ കഴിയുന്നു. എന്തായാലും ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ കമ്പനികൾക്ക് കൃത്യമായിട്ടുള്ള അനുമതി ഈ ഉദ്യോഗസ്ഥർ നൽകുന്നു. അതായത് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒരു തരത്തിലുള്ള പരിശോധനകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള ഈ കമ്പനികൾക്ക് അനുമതി നൽകുന്നത്, പ്രവർത്തിക്കാനുള്ള അനുമതി നൽകുന്നത്. ഇതിൽ ഉണ്ടാകുന്ന വെള്ളം അത് കൃത്യമായ രീതിയിൽ അത് മാലിന്യമുക്തമാക്കിയതിനു ശേഷം മാത്രമേ ഒഴുക്കി കളയാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതിന് അത്തരത്തിലുള്ള പ്ലാന്റുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കമ്പനി പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ, അതിനുള്ള ലൈസൻസ് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഈ ലൈസൻസ് ഉണ്ടെങ്കിൽ പോലും കൂടെ ഇവർക്ക് ആർക്കും തന്നെ ഇത് ഒരു തരത്തിലുള്ള നടപടികളും ഇവരുടെ ഭാഗത്ത് കമ്പനികളുടെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോഴും ഓരോ ഘട്ടത്തിലും ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പലപ്പോഴായി പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെയും അതിനെ ശാശ്വതമായിട്ടുള്ള നടപടിയിലേക്കോ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി നടപടിയെടുക്കാനായിട്ടോ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ഇത്രയും വലിയ പ്രതിഷേധം ഉണ്ടായതോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ ഏതെങ്കിലും ഇടപെടൽ ഉണ്ടാകുന്നുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. അതിന് കഴിഞ്ഞ 1998 ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ഇത്തരത്തിലൊരു മത്സ്യക്കുരുതി ഇതിന് സമാനമായ രീതിയിൽ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ 2024 പക്ഷേ ഇടയിൽ നിരവധിയായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള സംഭവങ്ങൾ ഇത്തരത്തിൽ തന്നെ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും തന്നെ ഈ ഉദ്യോഗസ്ഥരുടെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അത് കൃത്യമായ രീതിയിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ടോ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യകൃഷി നടത്തിയിരുന്ന ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ള നഷ്ടം അതിന് അപ്പുറത്തേക്ക് ഈ പെരിയാറിന്റെ ജൈവിക വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന നിലയിലുള്ള നടപടികളാണ് ഈ കമ്പനികളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത്തരത്തിൽ അത് പെരിയാറിന്റെ തീരത്തിലൂടെ പോയി കഴിഞ്ഞാൽ അന്വേഷണം നടത്തിയാൽ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണെന്ന് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആളുകൾ പറഞ്ഞിട്ടും ഈ ഉദ്യോഗസ്ഥർ അത്തരത്തിൽ ഒരു ഇടപെടലിലേക്കോ അല്ലെങ്കിൽ ഒരു നടപടിയിലേക്കോ ഇവരാരും തന്നെ കടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കമ്പനികളെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഒരു വസ്തുത എന്ന് പറയുന്നത്. ആ നിലയ്ക്കുള്ള ഇടപെടൽ ഇതിനെ ഏതെങ്കിലും തരത്തിൽ ഇതിനെ പ്രതിരോധിക്കുന്നതിന് ഉപകാരപ്രദമായ രീതിയിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ആ പ്രതിഷേധമാണ് ഇപ്പോൾ ആളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഏറ്റവും പ്രധാനമായി നമുക്ക് എടുത്തു പറയേണ്ട ശക്തമായ രീതിയിലുള്ള പ്രതിഷേധവുമായി ആളുകൾ എത്തുന്നു. അത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ശക്തമായ രീതിയിൽ പ്രതിഷേധം എത്തുന്നുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസ് ആണ് ആദ്യം പ്രതിഷേധവുമായി വന്നത്. അതിനുശേഷം AIYF അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി അവരും ഇവിടെ പ്രതിഷേധത്തിൽ പങ്കാളികളാകുന്നു. ഒപ്പം തന്നെ ഈ സംരക്ഷണ സമിതി, ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും തന്നെ ഈ ജനകീയ വിഷയം ഉയർത്തിക്കൊണ്ട് തന്നെ പ്രതിഷേധിക്കുന്നു. അതൊരു നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. ആ നിലയ്ക്കുള്ള പ്രതിഷേധം തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അജിത് ഷാദ്, തീർച്ചയായും വലിയ പ്രതിഷേധം ഉരുണ്ടുകൂടിയിരിക്കുന്നു. പെരിയാറിലെ മത്സ്യക്കുരുതി, പെരിയാറിലേക്ക് വിഷമൊഴുക്കിയ രാസമാലിന്യമൊഴുക്കിയ ഫാക്ടറികളുടെ നടപടിയിൽ വലിയ പ്രതിഷേധം ഉയരുകയാണ്. മത്സ്യസമ്പത്ത് മുഴുവൻ ചത്തുപൊങ്ങുന്നു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇപ്പോൾ ഫിഷറീസ് വകുപ്പ് നിഗമിച്ചിരിക്കുന്നത്. ഫിഷറീസ് വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥ അനാസ്ഥയൊക്കെ വലിയ അർത്ഥത്തിൽ ചോദ്യം ചെയ്യുന്നു. കോൺഗ്രസും AIYFും അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൂടി, പെരിയാർ സംരക്ഷണ സമിതി കൂടി പ്രതിഷേധത്തിലേക്ക് എത്തുകയാണ് മത്സ്യ കർഷകർക്കൊപ്പം. മത്സ്യ കർഷകർക്ക് ഉണ്ടായ ഭീമമായ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം മാത്രമല്ല, ഏതാണ്ട് 100 കണക്കിന് കൂടുകളിൽ സ്ഥാപിച്ചിരുന്ന മത്സ്യക്കുഞ്ഞുങ്ങളടക്കമാണ് ചത്തുപൊങ്ങിയത്. ആ മത്സ്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ പ്രതിഷേധം മലിനീകരണ നിയന്ത്രണ ബോർഡിന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മത്സ്യത്തിൻ്റെ നഷ്ടം മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നത് മത്സ്യത്തിനൊപ്പം തന്നെ പെരിയാറിൻ്റെ ആവാസ വ്യവസ്ഥയും അതിൻ്റെ ജലമലിനീകരണവും അത് രാസമാലിന്യം കലർന്നത് വഴി അതുണ്ടാക്കുന്ന പ്രകൃതിക്കുള്ള ആഘാതമുണ്ട്, പെരിയാർ പുഴയ്ക്ക് ഏൽപ്പിക്കുന്ന ആഘാതമുണ്ട്. ഇതൊക്കെ വർഷങ്ങൾ കഴിഞ്ഞാൽ മാത്രമാണ്